ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുപോയ ട്രാക്ടർ രേഖകൾ കാണാനില്ല. അന്വേഷണം തുടങ്ങി SIT. ശബരിമല സന്നിധാനത്തേക്ക് തിരുവനന്തപുരം മേഖലാ മിൽമയിൽ നിന്നും വാങ്ങിയ നെയ്യ് പമ്പയിൽ നിന്നും ട്രാക്ടറിൽ കൊണ്ടുപോയതിന് രേഖകളില്ല. നെയ്യ് സന്നിധാനത്തെത്തിയതായി ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രേഖകളൊന്നും ദേവസ്വം വിജിലൻസിന് മുൻപിൽ ഹാജരാക്കാൻ പമ്പയിലെ സ്റ്റോർ ചുമതലക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ദേവസ്വം വിജിലൻസിന്റെ ഈ കണ്ടെത്തലിൽ SIT അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ തീർത്ഥാടന സീസണിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരം മേഖലാ മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങിയത്. 1.5 ലക്ഷത്തിലധികം ലിറ്റർ നെയ്യ് വാങ്ങാനായിരുന്നു കരാർ. പമ്പയിലെ ലെഡ്ജർ പരിശോധിച്ചപ്പോൾ രേഖപ്പെടുത്തലിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തി. ലെഡ്ജറിൽ രേഖപ്പെടുത്തിയതുകൊണ്ട് മാത്രം നെയ്യ് സന്നിധാനത്തെത്തിയെന്ന് സ്ഥിരീകരിക്കാനാകില്ല എന്നതിലേക്കാണ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. ഒന്നിനും ഉത്തരവുമില്ല. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. ട്രാക്ടർ നമ്പർ, ഡ്രൈവറുടെ പേര്, സമയം, തീയതി, കൊണ്ടുപോയ സാധനം, അതിൻ്റെ അളവ്, ദേവസ്വത്തിൽ അടയ്ക്കേണ്ട 100 രൂപയുടെ രസീതിൻ്റെ പകർപ്പ് തുടങ്ങിയ വിവരങ്ങൾ രേഖയിൽ ഉണ്ടാകണമെന്നാണ് വ്യവസ്ഥ. നെയ്യ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കൊണ്ടുപോയതായി പറയുന്ന ട്രാക്ടർ യാത്രകളെ സംബന്ധിച്ച് രേഖകളൊന്നും ദേവസ്വം വിജിലൻസിന് മുന്നിൽ കാണിക്കാനായില്ല. നെയ്യ് സന്നിധാനത്തെത്തിയതിൻ്റെ തെളിവായി ലെഡ്ജർ രേഖ മാത്രമാണ് അവശേഷിക്കുന്നത്. മിൽമയിൽ നിന്നും നെയ്യ് എത്തിയത്, പമ്പയിൽ സ്വീകരിച്ചത്, സ്റ്റോക്കിൽ ചേർത്തത്, സന്നിധാനത്തേക്ക് മാറ്റിയത് തുടങ്ങി ഓരോ ഘട്ടത്തിലുമുള്ള പൊരുത്തക്കേടുകളാണ് SIT അന്വേഷണത്തിൽ നിർണായകമാവുക.